ഡിഫിക്കൽട്ട് ഇല്ല ചെയ്യാൻ, മനസ്സിലായില്ലേ? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഐ പ്രൂവ്ഡ് യു ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ. അങ്ങനെ വരുമ്പോൾ ഇതിൽ യാതൊരു സംഖ്യ എടുക്കും? 8 എടുക്കോ 7 എടുക്കോ? യാതെടുക്കും? 8 എടുക്കോ 7 എടുക്കോ? പറ. ഹലോ ആൻഡ് വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ സ്പീഡ് മാത്സിന്റെ പാർട്ട് 3 ആണ് നോക്കാൻ പോണത്. അപ്പോൾ ഇതിൽ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമുണ്ട്. ദാറ്റ് ഈസ് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ്. എങ്ങനെ ഒരു നമ്പറിന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറ്റും, എന്നിട്ട് അത് കൂടാതെ ഏതെങ്കിലും ഒരു ഗിവൺ നമ്പറിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിത് പഠിക്കാൻ പോണത്. സ്പീഡ് മാത്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഏരിയയാണ്. ഓക്കെ, അപ്പോഴത് ബേസിക് ആയിട്ടുള്ള ഏരിയ തന്നെ നമ്മൾ സ്ട്രോങ് ആക്കണം, അത് നിർബന്ധമാണ്. അത് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇതിനെ ഒരിക്കലും ലൈറ്റ്ലി എടുക്കരുത്. കാരണം നമുക്ക് സ്പീഡ് മാത്സ് ആണ്, ഇതെന്തിനാണ് എന്നുള്ളൊരു തോന്നൽ വരാം. ഓക്കെ, അതൊന്നും വേണ്ട. പഠിക്കണമെങ്കിൽ ബേസ് ആയിട്ട് പഠിക്കുക, അല്ലാതെ പഠിക്കാൻ പോകരുത്. ഇവിടെ നിന്ന് അവിടെ നിന്ന് കുറച്ച് പഠിച്ചു വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങൾ ഗോളിൻ്റെ അടുത്ത് ഫോക്കസ് ചെയ്യുക. ഗോളിൻ്റെ അടുത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കണം ആ ഗോളിലോട്ട് എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അല്ലേ? അപ്പോൾ വേണ്ടി ആദ്യം എന്താണ്, ബേസ് സ്ട്രോങ് ആക്കണം. യാത്ര ചെയ്യുമ്പോൾ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. സോ നമുക്കിപ്പം ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്യൂബ്സ്. ഓക്കെ, ക്യൂബ് ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. നമുക്ക് ക്യൂബ് ഓഫ് 3 ഡിജിറ്റ് നമ്പർ ഒന്നും കൂടുതൽ ചോദിക്കില്ല. അതിനുവേണ്ടി നമ്പർ സിസ്റ്റമിൽ വേറെ രീതിയിൽ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ എപ്പോഴും ആ ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ വരെയുള്ള ക്യൂബ്സ് എങ്ങനെ എടുക്കാൻ പറ്റും, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി തന്നെ സോൾവ് ചെയ്യാം. ബട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. ഇപ്പോൾ സപ്പോസ് നമ്മളെ സംഖ്യ ഞാൻ പറയാണ്, ഈ കളർ, ഓക്കെ, ഈ ചുവപ്പ് എടുക്കാം. നമുക്ക് നമ്മളെ സംഖ്യ 32 ആണെന്ന് എടുത്തോ. 32ൻ്റെ ക്യൂബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെടുക്കാം. എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 ആദ്യം ഓർമ്മിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ, ദാറ്റ് ഈസ് 2. യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ഏതാണ്? 2. അതിൻ്റെ ക്യൂബ് എടുക്കണം. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. എന്താണ് അത്? 8 ആണ്. ഓക്കെ, 2ൻ്റെ ക്യൂബ് എടുക്കുക, 8 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൻ്റെ ക്യൂബ് എടുക്കുക. അത് എത്രയാണ്? 8. അതിനെ നമ്മൾ ആൻസറിൻ്റെ കോളമിൽ എഴുതുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ നമ്മൾ സ്ക്വയർസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 2 എന്ത് ചെയ്യും? നമ്മൾ ഈ രണ്ട് നമ്പറിനെയും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണത്? 3 × 2. 3 × 2 എത്രയാണ്? 6. ഓക്കെ, ഇനി 3 × 2 നമുക്കറിയാം 6 ആണ്. ഇനി 6 × 3 ആണ്. ഓക്കെ, 6 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 18 അല്ലേ? അപ്പോൾ അതിനെ മാറ്റി എഴുതണം. ഇപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും ക്ലിയർ ആയിട്ട് എഴുതി കാണിച്ചു തരാം. ഈ രണ്ട് നമ്പർ ദാറ്റ് ഈസ് 3 × 2 ചെയ്തു. എന്നിട്ട് ഇത് ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? × 3 ചെയ്തു. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്ത ഓപ്പറേഷൻ. എന്താണ്? 3 × 2 × 3. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ കിട്ടിയ എന്താണ്? ഔട്ട്പുട്ട് എത്രയാണ്? 18 അല്ലേ? 3 × 3 9 എടുക്കാം, × 2 ആണെങ്കിൽ 18, അല്ലെങ്കിൽ 3 × 2 6 എടുക്കാം, × 3 18. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനെ നമ്മൾ ഇതിൽ എഴുതൂല. അത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. സ്റ്റെപ്പ് 2ലുള്ള കാര്യം നമ്മൾ എന്താണ്? സൊല്യൂഷനിൽ എഴുതൂല, അതിനെ മാറ്റി വെക്കുക 18. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ 18 എന്നുള്ള സംഖ്യ എന്ത് ചെയ്തു? മാറ്റി എഴുതി വെച്ചു. ഓക്കെ, ക്ലിയർ ആണല്ല? ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 18 എടുത്ത് ഈ 2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് തേർഡ് സ്റ്റെപ്പാണ്. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോയി എന്താണ് ഈ നമ്മൾ ഡിറൈവ് ചെയ്ത സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച നമ്പറിനെ നമ്മൾ എന്താണ് നമുക്ക് തന്നേക്കുന്ന നമ്പറിൽ യൂണിറ്റ് പ്ലേസിലൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 18 × 2. 18 × 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 36 ആണ്. ഇനി 36 നമുക്ക് നമ്പറാണ്, നമുക്ക് ക്യാരി ഫോർവേഡ് ഒന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് 3 എത്ര വരും? ക്യാരി ഫോർവേഡ് വരും. അത് അവിടെ വയ്ക്കുക. ഇനി അടുത്തത് വരുന്നത് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 18നെ ഈ 10 പ്ലേസിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. 10th പ്ലേസ് എന്താണ്? 3 ആണ്. അപ്പോൾ 18 × 3 നിങ്ങൾക്ക് അറിയായിരിക്കും. 18 × 3 എത്രയാണ്? 18 × 3 54. 18 × 3 എത്രയാണ്? 54. ആ 54ന് നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ ക്യാരി ഫോർവേഡ് ചെയ്തില്ലേ, അല്ലെങ്കിൽ ബാലൻസ് ആയിട്ടുള്ള സംഖ്യ, അത് ആഡ് ചെയ്യണം, നിർബന്ധമാണ്. നമുക്കിപ്പോൾ 18 × 3 എത്ര കിട്ടി? 18 × 3 എത്ര കിട്ടി? 54. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ 3നെ ആഡ് ചെയ്യും, +3. അപ്പോഴേ നമുക്ക് എത്ര കിട്ടും? 57. ഓക്കെ, അത് ഞാൻ വെറുതെ എഴുതുന്നതാണ്, നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 57, 7 എഴുതും, 5 ബാലൻസ് ആണ്. ഓക്കെ, 5 ബാലൻസ് ആണ്. അടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് 5th സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. എന്താണ്? ഈ
ടെൻസ് പ്ലേസ്. ടെൻസ് പ്ലേസിനെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ക്യൂബ് എടുക്കും. നിങ്ങൾക്കറിയാം 3ന്റെ ക്യൂബ് എത്ര ആയിരിക്കും? 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3 അല്ലേ? 3 × 3 × 3. നിങ്ങൾക്കറിയാം 3 × 3 9 ആണ്. 9 × 3 എത്രയാണ്? 27. 27 ആയി കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്കൊരു 5 ഉണ്ട്. ഓക്കെ, ബാലൻസ്. ആ 5ൻ്റെ കൂടെ 27 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 32 എന്നുള്ളൊരു ആൻസർ കിട്ടും. അത് നമ്മൾ ലാസ്റ്റ് ഉള്ള സ്റ്റെപ്പിൽ മൊത്തം നമ്പർ അങ്ങ് എഴുതണം. ഓക്കെ, 32 എന്ന്. അപ്പോൾ 32 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എന്താവും? 32,768 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക് കാര്യമാണ് നോക്കിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, നമ്മൾ ഇനിയും നോക്കും. സോ ദാറ്റ് ദ കോൺസെപ്റ്റ് ഗെറ്റ്സ് ക്ലിയർ. ഇനി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അത് ക്ലിയറിഫൈ ആവാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. ഒരു സെക്കൻഡ്, അടുത്ത സ്ലൈഡ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശകലം കൂടെ എന്താണ് ഒരു ക്യാരി ഫോർവേഡ് ഒക്കെ വരണ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വേറെ ഒന്നുമില്ല, ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കണ്ട. നമുക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നോക്കാം. 35 ക്യൂബ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റെപ്പ് 1 ചെയ്യാൻ പോകണം എന്താണ്? നമ്മൾ ഇതാദ്യം നമുക്ക് ഇവിടെ സൊല്യൂഷൻ എഴുതണേ. ഇവിടെ സൊല്യൂഷനാണ് എഴുതണം. നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്യണം എന്താണ്? യൂണിറ്റ് പ്ലേസ്. ഓക്കെ, യൂണിറ്റ് പ്ലേസിൻ്റെ ക്യൂബ്. ഓക്കെ, അതെത്രയാണ്? 5 ക്യൂബ് ഈക്വൽ ടു എത്രയാണ്? 125. അതിൽ നമ്മൾ യൂണിറ്റ് പ്ലേസ് എഴുതും ഇവിടെ 5. എന്നിട്ട് ബാലൻസ് എന്താണ്? ബാലൻസ് ഈക്വൽ ടു 12. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതുകയാണ്. പരീക്ഷയ്ക്ക് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരാൻ വേണ്ടി ഞാൻ അതേ അനുസരിച്ച് എഴുതുകയാണ്. ഇതിൻ്റെ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത് ഇതായി ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഞാൻ പറഞ്ഞത് 3 × 5 വേണം. ഓക്കെ, ആ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ് നീഡ്സ് ടു ബി മൾട്ടിപ്ലൈഡ് വിത്ത് ഇറ്റ് സെൽഫ്. ഡിജിറ്റ്സ് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടി എന്ന് ഷോർട്ടിൽ എഴുതുകയാണ്. മൾട്ടി ചെയ്തിട്ട് പിന്നെ ഇൻറ്റു 3 ആസ് ഇത് ക്യൂബ് ആയതുകൊണ്ട്. ഓക്കെ, ക്യൂബ് ആയതുകൊണ്ട് എന്താണ്? നമ്മൾ ഇൻറ്റു 3 ചെയ്യും. അപ്പോൾ ഇവിടെ ബേസിക്കലി ചെയ്യണം എന്താണ്? 3 × 5 ഇൻറ്റു എത്രയാണ്? 3. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? ഇറ്റ് വുഡ് ബി വാട്ട്? 3 × 5 എത്രയാണ്? 15. 15 × 3 എത്രയാണ്? 45. അപ്പോൾ ഈ 45നെ നമ്മൾ അവിടെ വെച്ചേക്കണം, ഒന്നും ചെയ്യരുത്, അതിനെ അനക്കരുത്, തുടരുത്. ചെയ്യേണ്ട എന്താണെന്ന് നമുക്ക് പറയാം. സ്റ്റെപ്പ് 3 എത്തുമ്പോൾ നമ്മൾ ഈ 45 കൊണ്ട് ഓരോ ഡിജിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ്? മൾട്ടിപ്ലൈ 45 ടു 10's പ്ലേസ്, അല്ല സോറി, യൂണിറ്റ്സ് പ്ലേസ്. യൂണിറ്റ്സ് പ്ലേസിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. യൂണിറ്റ്സ് പ്ലേസ് ഇവിടെ എന്താണ്? 5. ഓക്കെ, 5 മൾട്ടിപ്ലൈ ചെയ്യുക. 45നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഇപ്പോൾ 45 ഉണ്ട് നമ്മളിൽ. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ 5നെ മൾട്ടിപ്ലൈ ചെയ്യണം. യാതൊരു സംഖ്യയുടെ നമ്മൾ 5നെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10/2 എന്ന് ചെയ്താൽ മതി. ഇൻറ്റു 10/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 450 ആവും. 450/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 എന്ന് പറഞ്ഞാൽ 225. അപ്പോൾ നമുക്കിവിടെ എന്താണ്? 45 × 5 അല്ലെങ്കിൽ ഈ 45 × ഈ 5ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 225. പക്ഷേ 225 ആൻസർ ആണോ? നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമുക്കൊരു ബാലൻസ് ഉണ്ട്, 12 ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 225 എഴുതാൻ പറ്റില്ല. 225ൽ 12 ആഡ് ചെയ്യണം. നമ്മൾ 12 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 237. ഞാൻ അതും കൂടെ എഴുതാം, നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നതാണ്. അല്ലാതെ നമ്മൾ ആക്ച്വലി ചെയ്യുമ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 37ൻ്റെ 7 നമ്മൾ എഴുതും. എന്നിട്ട് ബാക്കി 23. ഇവിടെ നമ്മൾ 7 എടുത്തല്ലോ, ഇനി ബാക്കി എന്താണ്? 23. ആ 23 നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ആയിട്ട് അവിടെ എഴുതി. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ മാക്കിയാണ്. അടുത്ത് സ്റ്റെപ്പ് 4 നിങ്ങൾ പെട്ടെന്ന് പറ എന്തായിരിക്കും സ്റ്റെപ്പ് 4? ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 45 നമ്മൾ ആങ്കർ പോയിന്റ് ആണ്. 45 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 3നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി എന്ത് ചെയ്യും? 45 × 3 ദാറ്റ് ഈസ് 10's പ്ലേസ് അല്ലേ? ശരിയാണേ ഞാൻ പറഞ്ഞത്? ശരിയാണല്ല? ഓക്കെ, ശരി. അപ്പോൾ 45 × 3 നമുക്ക് അറിയാം എന്തായിരിക്കും ആൻസർ. 45 × 3 എത്ര ആയിരിക്കും? ഇത്രയൊക്കെ ടേബിൾസ് പഠിക്കണമെന്ന് ചോദിക്കും നിങ്ങൾ. അത്ര ഒന്നും പാടൊന്നുമല്ല. അതൊക്കെ 45 × 2 എത്രയാണ്? 45ൻ്റെ ഇരട്ടി എത്രയാണ്? 90. അതിലൊരു 45 ആഡ് ചെയ്ത് എത്രയാണ്? 135. 135 ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ 135 നിങ്ങൾക്ക് ആൻസർ കിട്ടും. ബട്ട് ഇതാണോ നിങ്ങൾക്ക് എഴുതേണ്ടത്? അല്ല. ഒരു സെക്കൻഡ്, ഡിസ്റ്റർബൻസസ്. നിങ്ങൾക്ക് എഴുതേണ്ടത് അതാണോ? അതല്ല എഴുതേണ്ടത്. 135 നമുക്ക് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 45 ഇൻറ്റു എന്താണ്? ഈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 135. ബട്ട് അത് ആൻസർ ആണോ? അല്ല. അതിൽ നമുക്ക് 23 ആഡ് ചെയ്യണം. ഓക്കെ, 135ൻ്റെ 23 ആഡ് ചെയ്യണം. 23 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
ഇവിടെ 8 വരും, ഇവിടെ 5, 158 വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 8 എഴുതും, എന്നിട്ട് 15 ക്യാരി ഫോർവേഡ് ചെയ്യാണ്. 15 എന്ത് ചെയ്തു, നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. അത് ശ്രദ്ധിച്ചോളണം, മറ്റേ ക്യാരി ഫോർവേഡ് എടുത്ത് വേറെ ആഡ് ചെയ്ത് കളയരുത്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് 4 എന്ത് ചെയ്തു, 10th പ്ലേസിന് 45 നമ്മൾ സ്റ്റെപ്പ് 2 കണ്ടുപിടിച്ച 45 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 135 കിട്ടി. ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ബാലൻസ് വന്ന 23 നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 158 അല്ലെങ്കിൽ 158. അതിനെ നമ്മൾ 8 ഇവിടെ എഴുതിയിട്ട് 15 എന്ത് ചെയ്തു, ബാലൻസ് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കിക്കോ, വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ എൻഡ് ഓഫ് ദ ജേർണി അല്ലേ. ഇപ്പം നമ്മൾ സ്റ്റെപ്പ് 4 വരെ എത്തി. ഇനി സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എന്താണ്, ഇതൊക്കെ മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സ്റ്റെപ്പ് 5 ലാസ്റ്റ്, ദാറ്റ് ഈസ് 10th പ്ലേസിൻ്റെ ക്യൂബ് എടുക്കുക. ക്യൂബ് ഓഫ് എന്താണ്, ഓഫ് 10th പ്ലേസ്. അപ്പോൾ ഇവിടെ എന്താണ്, 3 ക്യൂബ് വരും. 3 ക്യൂബ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ നേരത്തെ നോക്കിയതാണ്. 3 × 3 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 27. ഓക്കെ, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയണമെന്നേ ഉള്ളൂ. 27 പ്ലസ് 15 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 42. ഓക്കെ, വേണമെങ്കിൽ ആരെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും എഴുതി കാണിച്ചു തരാം. 27 പ്ലസ് 15 ദാറ്റ് ഈസ് എന്താണ്, 7 + 5 എത്രയാണ്, 12 ക്യാരി 1. അപ്പോൾ 2 + 1 3, 3 + 1 4, 42. അങ്ങനെ നമ്മളെ ആൻസർ എന്താണ്, 42875 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. നമുക്ക് അടുത്ത അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഒരു വീഡിയോ ഞാൻ അല്ലാതെ ഉണ്ടാക്കാം. ഓക്കെ, ശരി, ഇതോടെ തീരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത് കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി. ഇവിടെ എനിക്കൊരു റഷ് ഇല്ല. നിങ്ങളും കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഓരോ എക്സാമ്പിൾസ്, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം, ഒരു 5-6 എക്സാമ്പിൾസ് ചെയ്യാം. അതോടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഇനി ഞാൻ കൂടുതൽ കാൽക്കുലേഷൻ വേറെ അടുത്ത് എഴുതുന്നില്ല, നിങ്ങൾക്ക് വെറും സ്റ്റെപ്സ് ഡയറക്റ്റ്ലി പറഞ്ഞു പോവാം. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്. അതെന്താണ്, ഒരു നമ്പർ എടുക്കാം ആദ്യം. നമുക്കൊരു എന്താ പറയുക, 42 എടുക്കാം. 42 ക്യൂബ്. ഓക്കെ, 42 ക്യൂബ് എടുക്കാം. 5 സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയാം നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഓക്കെ, 5 സ്റ്റെപ്പ് ഉണ്ട്, പേന എഴുതുന്നത്. ഓക്കെ, അടുത്ത് 5 സ്റ്റെപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ 5 സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് 5 പ്രാവശ്യം എഴുതാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, അല്ലാതെ നമുക്ക് എക്സാമ്പിളാണെങ്കിൽ ഡിസ്പ്ലേ നമ്മൾ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുന്നതോ അതേപടി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എത്ര 4 ആയി. ഇനി ഒരു 42 ക്യൂബ് 5 പ്രാവശ്യം എഴുതി. 5 സ്റ്റെപ്പ് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ക്യൂബ് എടുക്കും. 2 ക്യൂബ് അല്ലേ. ഇവിടെ നമ്മൾ 2 ക്യൂബ് എടുത്ത് 2 ക്യൂബ് എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം എത്രയാണത്, 8 ആണ് വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 8 തന്നെയല്ല, 2 ക്യൂബ് എടുത്തു, അതിൻ്റെ വാല്യൂ 8 ആണ്. അത് ഒറ്റ 10th പ്ലേസ് യൂണിറ്റ് പ്ലേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ ആൻസറിൻ്റെ സൊല്യൂഷനിൽ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞ എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് രണ്ടിനെയും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 4 × 2. പിന്നെ ക്യൂബ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെയും ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കിട്ടുന്ന ആൻസറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടിങ് ആൻസർ എന്ത് വരും, 4 × 2 എത്രയാണ്, 8. 8 × 3 എത്രയാണ്, നമുക്കറിയാം 24 ആണ്. പക്ഷേ ഈ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യും, തൊടൂല, അത് മാറ്റി വയ്ക്കും. എന്തുകൊണ്ടാണെന്ന് ഇനിയിപ്പം പറയാം. ഫസ്റ്റ് അടുത്ത തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 24നെ ഈ 2 മൾട്ടിപ്ലൈ ചെയ്യും. ഈ 24നെ 2 മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, റിസൾട്ടിങ് ആൻസർ 24 × 2 ഈസ് 48. 48 കിട്ടും അല്ലേ. 24 × 2 ഈക്വൽ ടു എത്രയാണ്, 48. നമുക്ക് ബാലൻസ് ഒന്നും ഇല്ല എടുക്കാൻ, അതുകൊണ്ട് 48 ഉള്ളൂ. അപ്പോൾ ഇവിടെ 8 എഴുതുക. എന്നിട്ട് നമ്മളെ ബാലൻസ് ഇപ്പം വന്നു 4 എഴുതി. ഇത് എത്രാമത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 4ലോട്ട് മൂവ് ചെയ്യാം. ഈ 24നെ ഈ 4 മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് 4 × 24. ഇപ്പം 24 × 2 48 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും × 4 എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ 24 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 24 × 2 ദാറ്റ് ഈസ് 48 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 96. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്, 96 ആണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു 24 × 2. ഓക്കെ, ഇത് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു തന്നായിരുന്നു എങ്ങനെ എളുപ്പത്തിനൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ നോക്ക്, 24 × 4 4 എത്രയാണ്, 16 അല്ലേ. 6 എഴുതിക്കോ, 1 ക്യാരി ഫോർവേഡ്. 4 × 2 8 8 + 1 9 96. ക്ലിയർ ആയ? ഓക്കെ, 96 ആണ് നമ്മളെ ആൻസർ. ബട്ട് നമുക്ക് എന്താണ് കിട്ടിയത്, 4 ഒരു എന്താണ് ബാലൻസ് എമൗണ്ട് ഉണ്ട്. നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി, ഈക്വൽ ടു 96 എന്ന് കിട്ടി. ബട്ട് നമുക്കൊരു ബാലൻസ് ഉണ്ട് 4. അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 100. അപ്പോൾ നമ്മൾ വെറും ഈ ഒരു ഡിജിറ്റ് മാത്രമേ ഇവിടെ എഴുതുള്ളൂ, 0. അപ്പോൾ നമുക്കിപ്പം പുതിയ ബാലൻസ് എന്തൊന്ന്
10 എന്നുള്ളത് പുതിയ ബാലൻസ് ഒന്ന്. ഇനി നമ്മൾ മൂവ് ചെയ്യണത് എത്രാമത്തെ സ്റ്റെപ്പാണ്? ലാസ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. എന്താണ് ഞാൻ പറഞ്ഞതുപോലെ 4ന്റെ ക്യൂബ് അറിഞ്ഞു കാണിക്കണം. 4ന്റെ ക്യൂബ് എത്രയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 4ന്റെ ക്യൂബ് ഈസ് 64. നിങ്ങൾക്കറിയാം 4 × 4 എത്രയാണ്? 16. അപ്പോൾ 16 × 4 എത്ര ആയിരിക്കും? 64. ഓക്കെ, ഇത് നിങ്ങൾക്ക് ടേബിൾസ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര വരെ ടേബിൾസ് പഠിക്കണം അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിസ്സാരം പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 64 ഇവിടെ ആൻസർ കിട്ടി. ബട്ട് നമുക്ക് എന്താണ് 10 ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 64 ഇവിടെ എഴുതാൻ പറ്റില്ല. ആ 10 ബാലൻസും കൂടെ ആഡ് ചെയ്യണം. അപ്പോഴെന്താണ് നമ്മളെ ആൻസർ? 74. അപ്പോൾ നമ്മളെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 74088. ഇറ്റ് വുഡ് ബി യുവർ ഫൈനൽ ആൻസർ. അപ്പോഴത് നമ്മൾ നോക്കിക്കൊള്ളണം. എന്താണ് നമ്മളെ ആൻസർ? 74088. ഓക്കെ, ശരി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇപ്പം നമുക്ക് ചെയ്യാം. 1 മിനിറ്റിൻ്റെ ഞാൻ ഒരു 30-40 സെക്കൻഡ് തരാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് റിസ്യൂം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൽ നമുക്ക് എന്തായാലും നോട്ട്സ് തരാനുള്ളതുകൊണ്ടാണ് ഈ സ്ലൈഡ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് PDF നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഇതെല്ലാം പ്രൊവൈഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത് വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ നോട്ട്സിനൊന്ന് റെഫർ ചെയ്താൽ മതി. കാരണം ഇപ്പം സപ്പോസ് ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ലെങ്തിലുണ്ടാകും. കാരണം ക്ലാസ്സിൽ എടുക്കണ പോലത്തെ രീതിയിലാണ് നിങ്ങളോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യണത്. അല്ലാതെ നിങ്ങളിങ്ങനെ ബോറടിപ്പിച്ച് അവിടെ അടുക്കി കുറ്റി ഇരുത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അങ്ങനത്തെ എൻവയോൺമെന്റ് അല്ല നമുക്ക് ആവശ്യം. ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവണം, എന്നാൽ പഠിത്തവും നടക്കണം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അപ്പോൾ വീഡിയോ ലെങ്ത് ശകലം വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ആവും. കാരണം എല്ലാം ബേസിക് കോൺസെപ്റ്റിനെ നമ്മൾ ടച്ച് ചെയ്താണ് പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയാണ് ഈ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്ക് തരണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നോട്ട്സിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഇത് കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് റെഗുലർലി ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയാൽ ടെലിഗ്രാം ചാനലിൽ പോകും. അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് PDF കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ ടൈറ്റിൽ അതിൽ ഇതെന്താ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇനിയിപ്പം അടുത്തൊരു സംഖ്യ എടുക്കാം, അടുത്തൊരു റാൻഡം നമ്പർ എടുക്കാം. അതിനെ നിങ്ങളാണ് ഇനി സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ശരി, ഞാൻ നിങ്ങൾക്കൊരു പാടുള്ളത് തരുന്നില്ല, നിങ്ങൾ എളുപ്പമുള്ളതൊന്നും ചെയ്തു. 34 ക്യൂബ് നമ്മൾ 34 ക്യൂബ് ചെയ്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. 34 ക്യൂബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് ഞാൻ ചെയ്തുതരാം. ഞാൻ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് കുറഞ്ഞു. നിങ്ങൾക്കൊരു 40 സെക്കൻഡ് തരാം, ചെയ്തോ. പഠിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് ഫ്രഷ് ആയിരിക്കണം, അല്ലെങ്കിൽ മൈൻഡ് സ്ലോ ആയി പോകും നിങ്ങൾ. ഓക്കെ, മതിയല്ല സമയം. നിങ്ങൾ പോസ് ചെയ്തോ. നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ വീഡിയോ അല്ല, നിങ്ങൾ എന്താണ് പറയണേ, സോൾവ് ചെയ്ത് തീർന്നില്ലെങ്കിൽ ഞാൻ ഇതിന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഇതിൻ്റെ 5 വെർഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് 5 സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോഴത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവും. ഓക്കെ, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡായി, ഫോർത്തായി, പിന്നെ സോറി ലാസ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് യൂണിറ്റ് പ്ലേസിൻ്റെ ക്യൂബ് എടുക്കുക. 4ന്റെ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 64. നേരത്തെ നോക്കിയതാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇത് വരച്ച് 64 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 എഴുതാൻ പറ്റും. 6 എന്താണ്? ബാലൻസ് ആണ്. 6 നമ്മളെ ബാലൻസ് ആണ്, അതുകൊണ്ട് 4 നമ്മളിവിടെ എഴുതും. 6 എന്ത് ചെയ്യും? ബാലൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണ്? 6 ബാലൻസ് ആണ്, 4 മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പിൽ ഉള്ള കിട്ടുന്ന ആൻസർ അത് ഓർമ്മിച്ച് നോക്കിയാൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടുന്ന ആൻസർ നമ്മളെ സൊല്യൂഷനിൽ എഴുതൂല. മനസ്സിലായോ? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് കിട്ടണം നോക്കാം. 3 × 4 ഇത് രണ്ടിനെയും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ക്യൂബിൻ്റെ × 3. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? റിസൾട്ടിങ് ആൻസർ ഈസ് സിമ്പിൾ. എന്താണ്? 3 × 4 12, 12 × 3 36, 36 നമ്മളെ ആൻസർ. ഓക്കെ, ബട്ട് ഇതിനെ നമ്മൾ ആൻസറിൻ്റെ സൊല്യൂഷനിൽ എഴുതില്ല. അത് കൂടാതെ ഈ നമുക്ക് കിട്ടിയ എന്താണ്
ബാലൻസ് അതും ആഡ് ചെയ്യരുത് അതിൻ്റെ കൂടെ, തെറ്റിപ്പോവും, എല്ലാം തെറ്റും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ 36ന്റെ 6 ഇവിടെ എഴുതൂല സൊല്യൂഷനിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യരുത്, റിമൈൻഡർ വന്നതിൽ അല്ലെങ്കിൽ ബാലൻസ് വന്നതിൽ ആഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ക്യാരി ഫോർവേഡ് നമ്പറിൽ നമ്മൾ ഒരിക്കലും ഇതിനെ ആഡ് ചെയ്യില്ല. അതുകൊണ്ട് ഈ 36നെ ഇവിടെ വെച്ചു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ 36 കൊണ്ട് യൂണിറ്റ് പ്ലേസിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 36 × 4. 36 × 4 വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ഒന്നുമല്ല. നോക്ക്, 36 × 2 എന്ന് പറഞ്ഞാൽ 72. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുകയാണെങ്കിൽ 36 × 4 ആവും, ദാറ്റ് ഈസ് 144. കാരണം എന്താണെന്ന് വെച്ചാൽ 72 പ്ലസ് 72 അല്ലേ, 36 × 2 36 × 2 അതല്ലേ 36 × 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര വരും? 144. ഓക്കെ, 144. ഇനി ഇത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം നമുക്ക് ബാലൻസ് 6 കിടക്കുകയാണ്. 6 ബാലൻസ് കിടക്കണമുണ്ട്. ആ 6ന് എന്ത് ചെയ്യണം? ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 150. ഓക്കെ, അപ്പോൾ നമ്മൾ 0 ഇവിടെ എഴുതും, 0 ഇവിടെ എഴുതും. എന്നിട്ട് ഈ 6നെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ട് അടുത്ത ബാലൻസ് അല്ലെങ്കിൽ അടുത്ത ക്യാരി ഫോർവേഡ് എന്താണ്? 15 ആണ്. നമ്മൾ അത് ഓർമ്മിച്ച് വയ്ക്കുക, അത് എഴുതി വയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 36ന് ഞാൻ ഇത് മാക്കിയാണ് ഈ കാൽക്കുലേഷൻ ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 36നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 36 × 3. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. × 2 എന്ന് പറഞ്ഞാൽ 72. അതിലൊരു 36 ആഡ് ചെയ്യുകയാണെങ്കിൽ 70 + 30 എത്രയാണ്? 100. ഓക്കെ, 2ഉം പ്ലസ് പിന്നെ 6, അപ്പോൾ 8, അപ്പോൾ 108. 108 ആയിരിക്കും നിങ്ങളെ ആൻസർ. ബട്ട് ഇത് നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? നമുക്കൊരു ബാലൻസ് ഉണ്ട്. കറക്റ്റ്, നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും എന്താണ് ശ്രദ്ധിക്കണുണ്ട്, എന്താണ് ബാലൻസ് സംഭവം അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനെ ആഡ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 108ന് 15 കൂടെ ആഡ് ചെയ്യും. 15 ആഡ് ചെയ്ത് എത്ര വരും? 108ൽ 15 ആഡ് ചെയ്യാം. 15 ആഡ് ചെയ്ത് എത്ര വരും? ഇത് 8 + 5 എത്രയാണ്? ഓക്കെ, ശരി. അപ്പോഴിതിൽ 15 ആഡ് ചെയ്യും. ഓക്കെ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്, നമ്മളിവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, ഫൈൻ. 108ന്റെ 15 ആഡ് ചെയ്യും. 15 ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 8 + 5 എന്ന് പറഞ്ഞാൽ 13 അല്ലേ, 3. അപ്പോൾ 1 ക്യാരി ഫോർവേഡ് 2 പിന്നെ 1, അപ്പോൾ 123. ഇത് എനിക്ക് അല്ലാതെ തന്നെ മൈൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളിൽ പലർക്കും ബേസിക് കാൽക്കുലേഷൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾ ആക്ച്വലി ചെയ്യുമ്പോൾ ഇത് ചെയ്യരുത്, ഈ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യരുത്. ഇറ്റ് ഈസ് വെരി ബാഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരിടത്തും എത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സോ ഇത് ഇനീഷ്യൽ ഫേസിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കണം, ഈ സ്റ്റെപ്സ് ഒക്കെ. ഞാൻ അതെല്ലാം അല്ലാതെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 123ൽ നമുക്ക് എന്ത് ചെയ്യണം? 15 ആഡ് ചെയ്ത സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെറും ഈ യൂണിറ്റ് പ്ലേസ് ഇവിടെ എഴുതും, 3. അപ്പോൾ നമുക്ക് ഇനി ക്യാരി ഫോർവേഡ് എന്താണ്? 12. ബാക്കി എന്താണുള്ളത്? 12. 12 ബാക്കിയുള്ളൂ. അപ്പോൾ അതല്ലേ ക്യാരി ഫോർവേഡ് വരുള്ളൂ. കറക്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 4 കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് 5 നിങ്ങൾക്കറിയാം, 3ന്റെ ക്യൂബ്. ഇവിടെ 3ന്റെ ക്യൂബ് എടുക്കുകയാണ്. 3ന്റെ ക്യൂബ് എത്രയാണ്? 27. നമ്മൾ നേരത്തെ നോക്കിയതാണ്. 3ന്റെ ക്യൂബ് ഈസ് 27. 27 കിട്ടിയാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുമോ? അതൊന്ന് ഇല്ല, പറ്റൂല. കാരണം എന്താണ്? 27 ആൻസർ അല്ല. കാരണം ഇവിടെ ഒരു ബാലൻസ് 12 ഉണ്ട്, അതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്യും. 12 ബാലൻസ് ഉണ്ട്, അത് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 39. അതായിരിക്കും നമ്മളെ ഫൈനൽ ആൻസർ. 39304. ഓക്കെ, ഇതാണ് നമ്മളെ ആൻസർ. അപ്പോഴത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് തോന്നണം, എനിക്ക് വിശ്വാസമുണ്ട്. ബട്ട് നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് നമ്പർ എടുക്കാം. എന്നാൽ ഞാൻ കോംപ്ലിക്കേറ്റഡ് നമ്പർ എടുക്കണ്ടായിരുന്നു, കാരണം ബേസിക്കലി നിങ്ങൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് ഡൂവേബിൾ ആണെന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് നമ്പർ എടുത്തിട്ട് നമുക്കത് ചെയ്തു നോക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് അടുത്ത സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിൽ മൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതായി. നമുക്ക് ഉള്ളതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് നമ്പർ വരാൻ സാധ്യതയുള്ളത് 99 ക്യൂബാണ്. 99 ക്യൂബ് ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കില്ല. ചോദിച്ചാൽ തന്നെ നിങ്ങൾക്കത് വേറെ രീതിയിലാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അത് നമ്പർ സിസ്റ്റമിൽ വരുന്ന പരിപാടിയാണ്. ലോഗും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്പർ സിസ്റ്റമിൽ പഠിക്കാം. ഇപ്പം അതിൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ 99 വന്നാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതിനെ നമുക്ക് 4 സ്റ്റെപ്പിലോട്ട് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി സ്റ്റെപ്സ് ആയിട്ട് തിരിച്ചു തരാം. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് എന്നിട്ട് ഫിഫ്ത്ത് അല്ലേ? ശരി, ഇത് മാറ്റിയിട്ട് കുറച്ച് ദൂരമാക്കാം. 5th സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് 5 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? 1 2 3 4 5 സ്റ്റെപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുതരാം. ഓക്കെ,
99ൻ്റെ ഇത് നല്ലതായിട്ട് ശ്രദ്ധിച്ചോളണം, കാരണം കാൽക്കുലേഷൻസ് കുറച്ചൊക്കെ നല്ല ഹയർ ലെവലിൽ പോകും. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നല്ല കൂടിയ കാൽക്കുലേഷനാണ് വരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. ഓക്കെ, നമ്മളിവിടെ ആൻസർ സൊല്യൂഷൻ ഇവിടെ എഴുതാം. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് തോന്നണം അല്ലേ? കാണാൻ പറ്റും ഓബ്വിയസ്ലി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 99 എന്ന് പറയുമ്പോൾ 9ൻ്റെ ക്യൂബ് എടുക്കണം ആദ്യം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യൂണിറ്റ് പ്ലേസിൻ്റെ ക്യൂബ് എടുക്കുക. യൂണിറ്റ് പ്ലേസ് 9ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 729. ഓക്കെ, ഈ 9ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 729. നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞൂടായിരിക്കും, അല്ലെങ്കിൽ കുറേ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ 729 ആണ് അതിൻ്റെ ക്യൂബ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതും? 9 എന്ന് എഴുതും. 72 ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇതിലെന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. സോറി, ഓക്കെ, ഇത് രണ്ടിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 81 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 243. ഓക്കെ, ഞാൻ ഇത് എഴുതി കാണിക്കാം എന്തായാലും. 243 ആണ്. 9 into 9 81. 81 into 3 എത്രയാണ്? 2. ഇവിടെ എഴുതണ്ട, മറ്റേ സൈഡിലേക്ക് 243. ഓക്കെ, എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 81 into 9. 9 1s are 9. ഇത് 9 8s are എത്രയാണ്? അയ്യോ സോറി, 81 into 9 അല്ലല്ലോ, 81 into 3. 81 into 3. 3 into 1 3. എന്നിട്ട് 3 into 8 എത്രയാണ്? 24. അങ്ങനെ 243. അല്ലാതെ ഏറ്റവും സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ 81 ഉണ്ട്. 80 into 3 എന്ന് പറഞ്ഞാൽ 8 into 3 എത്രയാണ്? 24. അപ്പോൾ 80 into 3 എന്ന് പറഞ്ഞാൽ 240. 3 into 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 243. അങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങളും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ക്ലാസ് ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനും പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 243 വന്നു. പക്ഷേ 243 ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഈ സംഖ്യ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? പറ്റൂല. അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. റിമൈൻഡറിൽ ആഡ് ചെയ്യാൻ പറ്റൂല, ഇവിടെ എഴുതാൻ പറ്റൂല. ഇനിയാണ് യഥാർത്ഥ നമ്മളെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളെ കാൽക്കുലേഷൻ്റെ കഴിവ് ഇവിടെ വരുന്നത് അല്ലേ? 243നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് പലരും ഇങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. പേടിക്കാനൊന്നുമില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പ വഴി 243നെ സ്പ്ലിറ്റ് ചെയ്യുക. 240 എന്നിട്ട് 38. ഓക്കെ, അപ്പോൾ 200 9 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്? 9 into 2 1800 ആവും തന്നെയല്ല? 1800. അടുത്ത് 9 into 4 എത്രയാണ്? 36. അപ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ എത്രയാവും? 360 ആവും. പിന്നെ 9 into 3 എല്ലാവർക്കും അറിയാം എത്രയാണ്? 27. അപ്പോൾ ഇതിനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ആൻസർ കിട്ടും. പക്ഷേ ഇതിനെ മൈൻഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ്? 200 into 9 എത്രയാണ്? 1800. 1800 എന്ന് കിട്ടും നമുക്ക്. 200 into 9 1800 അല്ലേ? 200 into 9 1800. 1800 പ്ലസ് 40 into 9. 40 into 9 എത്രയാണ്? 360. 1800 പ്ലസ് 360 എന്ന് പറഞ്ഞാൽ 2160. ഓക്കെ, 2160 പ്ലസ് 27. പ്ലസ് 27 ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? 2160 പ്ലസ് 27 എന്ന് പറഞ്ഞാൽ 2187. ഇതായിരിക്കും ആൻസർ. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട് ആയിരിക്കും, ബട്ട് ഇതാണ് നമ്മൾ കാൽക്കുലേഷൻ അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. വളരെ പാടൊന്നുമല്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ 8 വരും, ഇത് വന്നിട്ട് 1, ഇത് 2. ഓക്കെ, 287. അത് തന്നെയല്ല നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്? ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 10th പ്ലേസിനോട് മൾട്ടിപ്ലൈ ചെയ്യും. 10th പ്ലേസിനോട് മൾട്ടിപ്ലൈ ചെയ്ത് 243 into 9. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 2187. എന്നിട്ട് നമ്പേഴ്സിനെ മൈൻഡിൽ വെച്ചേക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 2187. പക്ഷേ ഇതിനെ എവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതിൽ 72 ആഡ് ചെയ്യണം. പല രീതിയിലും ആഡ് ചെയ്യാൻ ഞാൻ അഡീഷൻ സബ്സ്ട്രാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. വേണമെങ്കിൽ ഇതിൽ 28 കുറച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് അല്ലാതെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. 28 കുറയ്ക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് 100 മൈനസ് 72 എന്ന് പറഞ്ഞാൽ 28 ആണ് ബാക്കി വരുന്നത്. അപ്പോൾ ഇതിൽ 100 ആഡ് ചെയ്തിട്ട് 28 മൈനസ് ചെയ്യാന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ 27 എന്ന് പറയുമ്പോൾ 9 വരും ഇവിടെ. 9 അടുത്ത് നിങ്ങൾക്ക് ബാലൻസ് വരുന്ന സാധനമാണ്. 7 + 8 15. സോറി, 7 + 8 എന്ന് പറയുമ്പോൾ 15. 15 എന്ന് പറയുമ്പോൾ 5 ഇവിടെ എഴുതും. അടുത്ത് ക്യാരി 1. അപ്പോൾ വേറെ ഒന്നുമില്ല, അവിടെ 2 അല്ലേ? അപ്പോൾ 225 ആണ് നിങ്ങളെ അടുത്ത ബാലൻസ്. ഓക്കെ, 225 അടുത്ത ബാലൻസ് വരെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്? വേറെ ഒന്നുമല്ല, 72 ആഡ് ചെയ്ത് 72. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9. അത് നമ്മളിവിടെ എഴുതി. അടുത്ത് ഇതെന്താണ്? 15 വരും. 15 1, എന്നിട്ട് പിന്നെ ഇവിടെ എന്താണ്? 2, എന്നിട്ട് ഇവിടെ 2. ഓക്കെ, അപ്പോൾ 9 ഇവിടെ എഴുതിയോണ്ട് ബാലൻസ് എത്രയാണ്? 225 എന്നുള്ള നമ്മളെ ബാലൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഞാൻ മാക്കിയാണ്. അയ്യോ, ഇവിടെ മാഞ്ഞു 87. ശരി, ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ഞാൻ എഴുതിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നോട്ട്സിൽ ഈ സംഭവം എവിടെ നിന്ന് വന്നെന്നുള്ളൊരു ചിന്ത വരും. 72 ബൈ എത്രയാണ്? നമ്മൾ 2259. ശരി,
അടുത്ത ഇതായി നമ്മൾ സ്റ്റെപ്പ് 3. ഇനി സ്റ്റെപ്പ് 4 പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും 243 എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യും ഈ 9 അപ്പോൾ നമുക്ക് അഗൈൻ സാധനം റിസൾട്ടിങ് ആൻസർ എന്താണ് 243 × 9 സെയിം തന്നെ വരുള്ളൂ. എന്താണ് 2187 അത് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ സെയിം തന്നെയാണ് വന്നത് അല്ലേ. പക്ഷേ നമ്മളിവിടെ ഇനി വേറെ പ്രശ്നമുണ്ട്. നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത സംഖ്യ വേറെയാണ്. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വേറെ വരും. 2 to 5 ആഡ് ചെയ്യണം. 2 to 5 ആഡ് ചെയ്യണമെങ്കിൽ എത്ര വരും? ഇത് ഇവിടെ 5 7 + 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്. 7 + 5 12 വരും. 2 ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ തന്നെ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇവിടെ നമ്മൾ 12 എഴുതി, 7 + 5 12. അപ്പോൾ ഇവിടെ 1 ക്യാരി ഫോർവേഡ്. പിന്നെ 8 + 1 9, 9 + 2 11 ക്യാരി ഫോർവേഡ്. അടുത്തത് എത്രയാണ് 4. പിന്നെ ഇതെന്താണ് 2. അപ്പോൾ 2 4 1 2 ആണ് വരുന്ന ആൻസർ. അപ്പോൾ നമ്മൾ 2 ബാലൻസ് എഴുതി, 2 ഇവിടെ താഴെ എഴുതി. അപ്പോൾ നമ്മൾ അടുത്ത ബാലൻസ് എമൗണ്ട് എത്രയാണ് 241 എന്നാണ് നമ്മൾ അടുത്ത ബാലൻസ് സംഖ്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ 9ന്റെ ക്യൂബ് എടുക്കും. 9ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. 9ന്റെ ക്യൂബ് എത്രയാണ്? 9ന്റെ ക്യൂബ് നമ്മൾ ആദ്യമേ നോക്കി 729 ആണ് അല്ലേ. നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ 729 എടുത്തു. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം 9ന്റെ ക്യൂബ് എത്രയാണ് 729 ആണ്. അപ്പോൾ 729ന്റെ ക്യൂബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാലൻസ് എത്രയാണുള്ളത് 241. അപ്പോൾ 241 എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ ഞാൻ എഴുതുകയാണ് സൈഡിലോട്ട്. ഓക്കെ, കാണാമെന്ന് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എവിടെ എഴുതാം? ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഡയറക്ഷൻ കാണിച്ച് ഇവിടെ എഴുതാം. നിങ്ങൾക്ക് നോട്ട്സിൽ അറിയാൻ പറ്റണമല്ലോ സാധനം എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് 729 പ്ലസ് എന്താണ് 241. അപ്പോൾ 241 എന്ന് പറയുമ്പോൾ 0. ഇവിടെ വരുമ്പോൾ 6 അല്ല 7 വരും. കാരണം എന്താണ് ഒന്ന് ക്യാരി ഫോർവേഡ് ആയില്ലേ 7. ഓക്കെ, 7 വന്നു. അടുത്ത 7 + 2 എത്രയാണ് 9. 970 ആണ് വരുന്നത്. അപ്പോൾ 970 വരുമ്പോൾ നമ്മൾ ആൻസർ ഫൈനൽ ആൻസർ എത്ര ആയിരിക്കും 97029. ഇത് 97029. ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ടിങ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ എൻറ്റയർ ഉള്ളതിൽ ക്യൂബ് 2 ഡിജിറ്റ്സിൻ്റെ ക്യൂബ് എടുക്കണില്ല ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത് ചെയ്തത്. ഇതിന് ഡിഫിക്കൽട്ട് ഇല്ല ചെയ്യാൻ, മനസ്സിലായില്ലേ? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഐ പ്രൂവ്ഡ് യു ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ. ഇത് ചെയ്യാൻ പറ്റും നമുക്ക്, അതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് വെറും ഇത്രേ ഉള്ളൂ. നിങ്ങളെ കാൽക്കുലേഷൻ എന്നിട്ട് നിങ്ങളെ പേടി അത് മനസ്സിൽ നിന്ന് മാറണം. പേടിയാണ് ഏറ്റവും കൂടുതൽ എല്ലാ സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് അത് പേടിക്കാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ക്യൂബിൻ്റെ കാര്യം നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. ക്യൂബിൽ ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. ഇതിൻ്റെ ഉള്ള എല്ലാ കോൺസെപ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 ഡിജിറ്റ്സിൻ്റെ യാത് ക്യൂബ് എടുക്കണമെങ്കിലും നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. അതിലൊരു സംശയവും വേണ്ട. ഈസിലി നിങ്ങൾക്ക് 2 ഡിജിറ്റ്സിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യൂബ് റൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ക്യൂബ് റൂട്ട്, ഇത് ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ച് ഇനി ക്യൂബ് റൂട്ട്സ്. ക്യൂബ് റൂട്ട്സ് കണ്ടെത്തുന്ന മുമ്പ് ആദ്യം നിങ്ങൾക്ക് 1 തൊട്ട് 10 വരെയുള്ള ക്യൂബ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതറിയാതെ നമുക്ക് വേറെ വഴിയില്ല. എന്താണ് 1 തൊട്ട് 10 വരെ ക്യൂബ് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 തൊട്ട് 10 ഉള്ള ക്യൂബ് ഞാൻ ഇവിടെ എഴുതാം. 1ന്റെ ക്യൂബ് എത്രയാണ് 1. ഓക്കെ, 1 ക്യൂബ് 1 നമുക്ക് വേറെ കളറിൽ എഴുതാം. അപ്പോഴൊരു ഒരു ഫീൽ വരും അല്ലേ. ഫീൽ വേണ്ടേ നമുക്ക് പഠിക്കുമ്പോൾ? ഒരു ഫീൽ വേണ്ടേ? ഫീൽ ഇല്ലാതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഓക്കെ, 1 ക്യൂബ് ഈക്വൽ ടു 1. 2 ക്യൂബ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം 8. 3 ക്യൂബ് ഈക്വൽ ടു എത്രയാണ് 27. 4 ക്യൂബ് ഈക്വൽ ടു 64. 5 ക്യൂബ് ഈക്വൽ ടു എത്രയാണ് 5 ക്യൂബ് എത്രയാണ് 125. അടുത്ത് 6 ക്യൂബ് ഈക്വൽ ടു എത്ര ആയിരിക്കും 216. വെരി ഗുഡ്. 7 ക്യൂബ് ഈക്വൽ ടു നമ്മൾ നേരത്തെ നോക്കിയാണ് 343. 8 ക്യൂബ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 8 ക്യൂബ് ഈക്വൽ ടു എത്രയാണ് 512. അടുത്ത് 9 ക്യൂബ് ആണെങ്കിലോ നമ്മൾ നേരത്തെ ഇപ്പം ലാസ്റ്റ് ക്വസ്റ്റനിൽ നോക്കിയത് 729. എന്നിട്ട് 10 ക്യൂബ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എത്ര ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, 10 ക്യൂബ് ഈക്വൽ ടു 1000. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കണം ഫസ്റ്റ്. ഓക്കെ, ഇത് നമ്മളെ ബേസിക്സ് ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ക്യൂബ് 1 തൊട്ട് 10 നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര വരെ ക്യൂബ് നിങ്ങൾ എന്തായാലും മിനിമം പഠിച്ചേ പറ്റുമെന്ന്. എന്നാലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ക്യൂബുകൾ ധാരാളമാണ് നമുക്ക്. ഓക്കെ, ഇത്തരം ക്യൂബുകൾ അറിയാമെന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ വലിയ ടെൻഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. കാരണം നമുക്കിപ്പോൾ ഇതിൽ കറക്റ്റ് ക്യൂബ് നമ്പർ ഇല്ലെങ്കിൽ നമുക്കിത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ക്യൂബ് നമ്പർ എടുക്കാം അല്ലേ. സ്ക്വയർ നമ്മൾ ക്യൂബ് എടുക്കുമ്പോൾ അത് നമ്പർ എടുക്കാം. നമുക്ക് നോക്കാം. ഇവിടെ ഒരു നമ്പർ ഉണ്ട് 46. എന്താണ് 46 656. ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂബ് റൂട്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് നമ്മളെ ബ്ലാക്ക് പെന്നിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, 46 656. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നല്ലതായിട്ട് മനസ്സിലാക്കിയാൽ മതി.
ഈ രണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിങ്ങനെ 3 ഡിജിറ്റ് വിടണം. യൂണിറ്റ് പ്ലേസിൽ നിന്ന് 3 സ്പേസ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക. എവിടെ നിന്നാണ് സ്പേസ് വിടുന്നത്? യൂണിറ്റ് പ്ലേസിൽ നിന്ന് 3 ഡിജിറ്റ്. 3 ഡിജിറ്റ് എന്തുകൊണ്ട് വിട്ടെന്ന് ചോദിച്ചാൽ ഇത് ക്യൂബ് ആയതുകൊണ്ട്. സ്ക്വയറിന്റെ കേസിൽ നമ്മൾ 2 സ്പേസ് ആണ് വിട്ടത്. ക്യൂബ് ആയതുകൊണ്ട് 3 സ്പേസ് വിടും. ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഇവിടെ സൊല്യൂഷൻ, നമ്മളെ സൊല്യൂഷൻ എഴുതണം. ഓക്കെ, സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് ഇത് നോക്കണം. 656 ആണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 6, അത് മാത്രം നോക്കിയാൽ മതി. 6 നമ്മളെ ക്യൂബിന്റെ യാതിൻ്റെ ക്യൂബിന്റെ എന്ന് പറഞ്ഞാൽ റിസൾട്ടിൽ നമ്മൾ ഇത് വരുന്നതാണ്. 6 വരും, യൂണിറ്റ് പ്ലേസിൽ വരും എന്ന് നോക്കണം. ഓക്കെ, അപ്പം നമുക്കൊരു യൂണീക്ക് ഫീച്ചർ ഉണ്ട് ഈ ക്യൂബ്സിന്റെ. എല്ലാത്തിൻ്റെയും യൂണിറ്റ് പ്ലേസ് വ്യത്യാസമായിരിക്കും. നോക്കിയോ, 1ന്റെ യൂണിറ്റ് പ്ലേസ് 1 തന്നെയാണ്, 2ന്റെ 8 ആണ്, 3ന്റെ 7 ആണ്, 4ന്റെ 4 ആണ്, നമ്മളെ 5ന്റെ 5 ആണ്, 6ന്റെ 6 ആണ്, 7ന്റെ 3 ആണ്, 8ന്റെ എത്രയാണ്? 2 ആണ്, 9ന്റെ എത്രയാണ്? 9 ആണ്, പിന്നെ 10ന്റെ 0 ആണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ യൂണിറ്റ് പ്ലേസ് വ്യത്യാസമാണ്. ആ ഒരു കാര്യം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്, കാരണം അതുകൊണ്ടാണ് ഇത് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എന്താണ്? ഇവിടെ നിന്ന് യൂണിറ്റ് പ്ലേസിൽ നിന്ന് 3 സ്പേസ് വിട്ടിട്ട് 3 പ്ലേസസ് ഫ്രം യൂണിറ്റ് പ്ലേസ്. ഓക്കെ, നിങ്ങൾ സൈഡ് ബൈ സൈഡ് നോട്ട് എഴുതിക്കോ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് റിലാക്സ് ചെയ്യേണ്ട. ഇത് കാരണം നിങ്ങൾ കുറച്ച് ദിവസം നോക്കും, പിന്നീട് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ട് എഴുതിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം മറന്നു. ഓക്കെ, അപ്പോൾ 656 അതിൽ 6 അത് മാത്രം നോക്കിയാൽ മതി. 6 യാത് നമ്പറിന്റെ ക്യൂബിന്റെ റിസൾട്ടിന്റെ യൂണിറ്റ് പ്ലേസിൽ വരും നോക്കണം. 6 എന്നുള്ള നമ്പറിന്റെ ക്യൂബിന്റെ റിസൾട്ട്, ദാറ്റ് ഈസ് 216ന്റെ എന്താണ്? യൂണിറ്റ് പ്ലേസ് ആണ് 6. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ആൻസറിന്റെ സൊല്യൂഷനിൽ യൂണിറ്റ് പ്ലേസിൽ 6 എന്ന് എഴുതും. പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളെ യൂണിറ്റ് പ്ലേസ് നമുക്ക് കിട്ടി 6 ആണ്. അടുത്ത സ്റ്റെപ്പ് 46. ഈ 46 നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യാത് 2 ക്യൂബ് നമ്പേഴ്സിന്റെ നമ്പറിന്റെ ക്യൂബിന്റെ ഇടയ്ക്കാണ് 46 വരുന്നത്. യാത് 2 നമ്പറിന്റെ ക്യൂബിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ക്യൂബ് എത്രയാണ്? 27. 4 ക്യൂബ് എത്രയാണ്? 64. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് അല്ലേ നമ്മളെ 46 വരണേ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യാത് 2 നമ്പറിന്റെ ക്യൂബിന്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് ഈ 46. അപ്പോൾ അതിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെറിയ നമ്പർ ഏതാണോ അതായിരിക്കും നമ്മളെ ആൻസർ. ദാറ്റ് ഈസ് 3. അപ്പോൾ നമ്മളെ ആൻസർ ഇതിന്റെ ക്യൂബ് എന്താണ്? ക്യൂബ് റൂട്ട് എന്താണ്? 36 ആണ്. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്താണ്? യാത് ക്യൂബ് അല്ലെങ്കിൽ യാത് 2 നമ്പറിന്റെ ക്യൂബിന്റെ ഇടയ്ക്കുള്ള സംഖ്യയാണ് നമ്മൾ ഇതെന്ന് നോക്കണം. എന്നിട്ട് ആ 2 സംഖ്യയിൽ ചെറിയ സംഖ്യ ഏതാണോ അത് നമ്മളെ ആൻസറിൽ എഴുതുക. അതാണ് നമ്മളെ സൊല്യൂഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ക്യൂബ് റൂട്ട് ആണ് ഈ ഉള്ള നമ്മൾ സ്പീഡ് മാത്സ് നോക്കിയാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. വലിയ പാടൊന്നുമില്ല, വെറും ഇത്രയേ ഉള്ളൂ. ഈ ക്യൂബ്സ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. ബാക്കിയൊന്നും ഇതിൽ കോംപ്ലിക്കേഷൻ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം നമുക്ക് എന്താണ് അടുത്ത പ്രോബ്ലമിലോട്ട്. സോറി, ഇത് വേണ്ട, നമുക്ക് ഈ സ്ലൈഡ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഇത് വേണ്ട. ഓക്കെ, ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം നമുക്ക്. ശരി, നമ്മൾ അടുത്ത ക്യൂബ് നോക്കാം. മൈ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, ശരി. ഓക്കെ, ഇത് മാച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നിങ്ങളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് മോണോട്ടോണസ് ക്ലാസ്സിൽ എനിക്ക് ഉദ്ദേശമില്ല. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻട്രാക്ട് ചെയ്യണം. നിങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ അപ്പോഴെപ്പോഴും റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു ഫീൽ വരും. മനസ്സിലായോ? ആ ഫീലാണ് ഞാൻ പറഞ്ഞില്ല, ആ ഫീൽ വേണം. ആ ഫീൽ വരണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പം നോക്ക് മോണോട്ടോണസ് ആയിട്ട് വെറുതെ ഇങ്ങനെ കുത്തി എഴുന്ന് പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കൂല. എൻജോയ് ചെയ്യുക, ക്ലാസ്സസ് എൻജോയ് ചെയ്യുക, ഫുൾ എൻജോയ്മെന്റ് ആണ്. മനസ്സിലായില്ല? ഞാൻ മാത്സ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ ഇങ്ങനെ ഒരു ബോർ അടിപ്പിച്ച് അങ്ങനെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് എന്തായാലും നമ്മൾ സീരിയസ്ലി പഠിച്ചേ പറ്റൂ. അതിന് ഇടയ്ക്ക് കുറച്ച് കളി തമാശയൊക്കെ നമുക്ക് പറയാൻ ഒരു പ്രശ്നമില്ല. നമ്മളെ പുതിയ മൂവീസൊക്കെ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പഠിക്കണ കാര്യം നമ്മൾ തറോ ആയിട്ട് പഠിച്ചേ പറ്റൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാൻ നിങ്ങൾക്കൊരു ഈ മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു പഠിത്തം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരിക്കലും നിങ്ങൾക്കും പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഒരു എനർജി വേണം നിങ്ങൾക്ക്. ആദ്യമേ എനർജി. ഇതൊക്കെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കോൺസെപ്റ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. പിന്നീട് നമുക്ക് അതിനെ ലൈറ്റാക്കി ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ്സ് പോലും വളരെ 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 എളുപ്പത്തിന് നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ ശരിയാക്കി എടുക്കും. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ എടുക്കണ്ട. യു ഹാവ് ടു ജസ്റ്റ് ട്രസ്റ്റ് മീ. ഓക്കെ, അത് മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി ക്യൂബ് റൂട്ടിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ.
ഇനി അടുത്ത കാര്യമാണ് നമ്മൾ ഇത് നോക്കണം. ക്യൂബ് റൂട്ട് നിങ്ങൾ ഇനി കണ്ടുപിടിക്കണം അല്ലേ. നമ്മളിപ്പം ഒരു ക്യൂബ് റൂട്ട് നോക്കി 36ന്റെ ക്യൂബ്. ഓക്കെ, ക്യൂബ് റൂട്ട് എടുത്ത് അടുത്ത നമുക്ക് ഒരു നമ്പർ ഞാൻ ഇടാം. എന്നിട്ട് ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം. പിന്നീട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഞാൻ കളർ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് 97336 97336 ക്യൂബ് റൂട്ട്. പിന്നെ വേറൊരു കാര്യം, ഇനി അടുത്ത് ചിലപ്പം കുറച്ച് ആൾക്കാർ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വരും. സാർ ഇത് നോൺ ക്യൂബ് റൂട്ട്സ് ആണെങ്കിലും ഇതിൻ്റെ ആൻസർ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടും, ഒബ്വിയസ്ലി കിട്ടും. പക്ഷെ നമ്മൾ ഇതെന്താണ്, എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ അല്ലേ, ക്ലോസർ, അപ്രോക്സിമേഷൻ എന്ന് പറയും. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴും നമുക്ക് ക്യൂബ് റൂട്ട് അറിഞ്ഞൂടാ, ഒരു സംഭവത്തിൻ്റെ ക്യൂബ് റൂട്ട് അറിഞ്ഞൂടാ. ഏതെങ്കിലും നോൺ ക്യൂബിൻ്റെ ഒരു ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് ഇതിൽ ആൻസർ കിട്ടും, അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ക്ലോസർ ആയിട്ടുള്ളത്. തെറ്റാണെന്ന് വെച്ചാൽ അല്ല, അതിൻ്റെ അടുത്ത് 2 ക്യൂബ്സിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. തെറ്റല്ല, കറക്റ്റ് തന്നെ ആയിരിക്കും. ബട്ട് അതിലൊരു ഡെസിമൽസിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെറ്റാണെന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തനം. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറയട്ടെ. അതൊക്കെ ഈ ഇതിൽ നിങ്ങൾക്ക് എക്സാമിൽ അവർ ഈ മെത്തേഡ് നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് SSC കാർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. SSC കാർക്കും പിന്നെ അരിത്മെറ്റിക്കിൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ക്യൂബ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആൻസർ ഓപ്ഷൻസിൽ തന്നെ കണ്ടെടുത്താൻ പറ്റും. പണ്ടൊക്കെ അങ്ങനെ 2012-13 സമയത്തൊക്കെ ആൾക്കാർ ഈസിലി കണ്ടെത്തുമായിരുന്നു, ഓപ്ഷൻസ് നിന്ന് പെട്ടെന്ന് നടക്കും. പിന്നീട് ഈ നമ്മൾ TCS ഒക്കെ വന്ന് 18-ന് ശേഷം അവർ കുറേയൊക്കെ ഇത് ചെയ്തു, ഞാൻ അതിൽ നിന്ന് കണ്ടെത്താൻ പാടാക്കി. പക്ഷെ എന്നാലും കണ്ടെത്താൻ പറ്റും. ഇന്നും അവർ കുറെ കൂടെ റിഫൈൻ ചെയ്ത് വരെയാണ്. അവർക്ക് ഇത് ആർക്കും കണ്ടെത്താൻ പറ്റാതിരിക്കാം. ബട്ട് ഐ ക്യാൻ ടീച്ച് യു ഹൗ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് അല്ലേ. പല ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇപ്പം നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ തന്നെയും 15-20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഓപ്ഷൻസ് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ടൈം കിട്ടും. മനസ്സിലായില്ലേ? അതാണ് നമ്മളെ ബേസിക് ഉദ്ദേശം. അതുകൊണ്ട് അത് എപ്പോഴും ഫോക്കസ് ചെയ്യുക. യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് റിവീൽ ചെയ്യും. നമ്മളിപ്പം പറയില്ലേ, ചിലപ്പോഴൊക്കെ പറയും ദൈവം നമ്മളോട് ഇങ്ങനെ എന്തിനു കാണിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ദൈവം എന്ത് കാണിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകണമെന്ന്. നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ നമ്മളൊരു ഡിസിഷൻ എടുത്ത് എനിക്ക് ഊട്ടിക്ക് പോകണമെന്ന്. എനിക്ക് പോകണമെന്നില്ല, എന്നാലും ഞാൻ പറയണം ഊട്ടിക്ക് പോകണം. എനിക്ക് ഊട്ടിക്ക് പോകണം. പക്ഷേ നമ്മൾ വിചാരിക്കും എന്നിട്ട് നമ്മളെ പ്ലാൻ ക്യാൻസൽ ചെയ്യും. നമ്മൾ കഷ്ടപ്പെട്ട് കുറേ സേവിങ്സ് ഉണ്ടാക്കി ഊട്ടിക്ക് പോകാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം ചെയ്യാൻ പോകും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഊട്ടി ഷട്ട് ഡൗൺ ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നം വന്ന് മഴ പെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു കാരണം. ഓക്കെ, അങ്ങനെ വന്ന് നമുക്ക് ഊട്ടിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിക്കും എൻ്റെ സ്വപ്നങ്ങൾ തകർത്തു, ദൈവം എന്തിനു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ. ബട്ട് അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, വേറെ എന്തെങ്കിലും കാരണം കാണും അവിടെ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാത്തതിന്. ഓക്കെ, മേ ബി യുവർ സേഫ്റ്റി, മേ ബി സംതിങ് എൽസ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ബ്ലോക്കേജ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കളയില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന കളയില്ല. അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും, ബട്ട് സംബഡി ഈസ് ദെയർ, സംബഡി ഹു ക്യാൻ സീ ദറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കുക. എനിക്ക് അറിയാൻ ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് വിശ്വസിച്ചിട്ട് മൂവ് ചെയ്യുക. എൻ്റെ പ്രോസസ്സ് അങ്ങനെ സ്ലോ ആണ്. ഞാൻ ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിവിടെ കേരളത്തിലായാലും പുറത്തായാലും. അവരൊക്കെ തന്നെ പെട്ടെന്ന് അടിച്ച് പറത്തി എല്ലാം വിടും, 5-7 മിനിറ്റിൽ ഈ എല്ലാം കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ അത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു പ്രോപ്പർ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ വീഡിയോസ് ഞാൻ കൊണ്ടുവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ബട്ട് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വരാൻ പോണ എക്സാംസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്നിട്ട് അത് ഫുൾ കോഴ്സാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യണത്, അല്ലാതെ ഒരു 2 വീഡിയോ അല്ല, ഫുൾ കോഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനെ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് നോക്കാം. ഇതിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യണം. എന്താണ് ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് യൂണിറ്റ് പ്ലേസിൽ നിന്ന് 3 ഡിജിറ്റ് വിട്ടിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം എന്താണ്, ഈ യൂണിറ്റ് പ്ലേസ് നോക്കണം, ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ്. എന്നിട്ട് നോക്കണം നമ്മളെ യാത് നമ്പറിൻ്റെ ക്യൂബിൻ്റെ യൂണിറ്റ് പ്ലേസ് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യും എന്നുള്ളത്. 6 ഇവിടെയാണ്, യാതിൻ്റെ യൂണിറ്റ് പ്ലേസ് ആണ് 6. ഇതാണ് 6 216 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 6 ക്യൂബ് അല്ലേ, അപ്പോൾ 6 നമ്മളിവിടെ എഴുതും തന്നെയല്ല. ശരി, അടുത്ത സ്റ്റെപ്പ്. ഇനി ഈ സെക്ഷനിലോട്ട് പോവാം. 2 സ്റ്റെപ്പിൽ തീരുന്ന പരിപാടിയാണ്. 97 യാത് 2 നമ്പറിൻ്റെ ക്യൂബിൻ്റെ ഇടയ്ക്ക് വരും. യാത് 2 നമ്പറിൻ്റെ ക്യൂബിന് ഇടയ്ക്ക് വരുന്നതാണ് 97 എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ യാതൊക്കെയാണ് 4 ക്യൂബും 5 ക്യൂബും അല്ലേ. അതിൻ്റെ ഇടയ്ക്കല്ലേ വരുള്ളൂ. എന്താണ് 64ഉം 125ൻ്റെ ഇടയ്ക്ക് തന്നെയല്ല വരണം 97. അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് ഞാൻ പറഞ്ഞത്? എക്സാക്ട്ലി, അതിൽ യാതാണ് ചെറിയ നമ്പർ, അതായിരിക്കും നമ്മൾ എടുക്കണം അല്ലേ. ഇതിൽ ചെറിയ നമ്പർ ഏതാണ്? 4 ക്യൂബ്, അല്ലെങ്കിൽ 4 ആണ് ചെറിയ നമ്പർ. 5ഉം 4ലും 4 ആണ് ചെറുത്. അതിൽ ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, 4 ആണ് ചെറുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും? 46 ആയിരിക്കും. ഓക്കെ, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ആൻസർ എന്താണ്? 46 ആണ്.
ഓക്കെ, ശരി, ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്തൊരു നമ്പറും കൂടെ നമുക്ക് നോക്കാം. വലിയ സംഖ്യ നോക്കാം. നമുക്ക് വലിയ സംഖ്യ ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. വലിയ സംഖ്യ ഓക്കെ, ഒരു വലിയ സംഖ്യ കിട്ടി. വലിയ സംഖ്യ തന്നെ ഒരുപാട് വലുതൊന്നും കിട്ടിയില്ല. ഓക്കെ, ശരി, നോക്കാം നമുക്ക്. എന്തായാലും ഇവിടെ ഇതിനെ മാറ്റാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ചോപ്പിൽ എഴുതാം അല്ലേ. 40 ക്യൂബ് റൂട്ട് ഓഫ് 405 എന്താണ്? 224. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കും, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നു പോകും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും ഇതിൽ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പറ മക്കൾ, പറ. ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, വേസ്റ്റ് ചെയ്യാതെ ടൈം. പറ, എന്തായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ്? കറക്റ്റ്, യൂണിറ്റ് പ്ലേസിൽ നിന്ന് 3 ഡിജിറ്റ് വിട്ടിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. യൂണിറ്റ് പ്ലേസിൽ നിന്ന് 3 ഡിജിറ്റ് വിട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ ആൻസറിൻ്റെ ഏരിയ, ഈ 3 ഡിജിറ്റിൻ്റെ യൂണിറ്റ് പ്ലേസ് യാതിൻ്റെ കൂടെ സിമിലാരിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ യാതിൽ വരണതാണ് യൂണിറ്റ് പ്ലേസ്. നമ്മൾ യാത് നമ്പറിൻ്റെ ക്യൂബിലാണ് 4 എന്നുള്ളത് യൂണിറ്റ് പ്ലേസ് വരുന്നത്. യാതിൻ്റെ ആണ്? 4ൻ്റെ ആണ്. വേറെ ഒന്നിൻ്റെ ഇല്ല, 4ൻ്റെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 4 എന്ന് എഴുതും അല്ലേ. 4 എന്ന് എഴുതിയാ സംശയം ഉണ്ടാവില്ലേ? ഇല്ല. 405 അടുത്ത സംഖ്യ നമ്മൾ നോക്കണം. 405. ഇനി ഞാൻ എന്താണ് പറഞ്ഞത്? ഈ 405 യാത് രണ്ട് സംഖ്യ അല്ലെങ്കിൽ യാത് രണ്ട് സംഖ്യയുടെ ക്യൂബിന്റെ ഇടയ്ക്കാണ് വരുന്നത്. യാത് രണ്ട് സംഖ്യയുടെ ക്യൂബിന്റെ ഇടയ്ക്ക് വരുന്നതാണ് 405. അത് യാതൊക്കെ ആയിരിക്കും? 405 അല്ലേ? 7ഉം 8ഉം അല്ലേ? 7 അല്ലേ 343, 8 എന്ന് പറഞ്ഞാൽ 512. അതിൻ്റെ ഇടയ്ക്കല്ലേ 405 വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ യാത് സംഖ്യ എടുക്കും? 8 എടുക്കോ 7 എടുക്കോ? യാതെടുക്കും? 8 എടുക്കോ 7 എടുക്കോ? പറ. കറക്റ്റ്, 7 എടുക്കും. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 74 ഇസ് ദ എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് 405224. ക്ലിയർ ആണോ? വളരെ എളുപ്പമായിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ കാര്യത്തിൽ പഠിച്ചത്, ഈ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് വീഡിയോ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇന്ന് സാറ്റർഡേക്കാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ എന്നിട്ട് സാറ്റർഡേസിനാണ് ഈ ക്ലാസ്സസ് ഉണ്ടാവണം. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ QA ഞാൻ ഇപ്പം നമ്മളെ ഈ GD വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് RRBയുടെ കോഴ്സസ്, RRBയുടെ NTPCയുടെ ഇപ്പം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ നമ്മളൊരു പ്രാക്ടീസ് സെഷൻ പോലെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ അതും നമ്മൾ കൊണ്ടുവരും. അതുകൊണ്ട് അതിൽ ടെൻഷനൊന്നും എടുക്കേണ്ട. നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. സോ നമ്മളെ എയിം ആണ് ഇപ്പം ഇത് ക്ലിയർ ചെയ്യണം അല്ലേ. അത് എന്തായാലും ക്ലിയർ ചെയ്യണം. നമ്മൾ ഈ വരാൻ പോണ എക്സാംസ് അടുത്ത വർഷത്തിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ജോബ്സ്, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബിൽ ക്രാക്ക് ചെയ്ത് കയറണം. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, നമ്മളെ ഈ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവും. നിങ്ങളെ ഡെഡിക്കേഷനും നമ്മളെ ഡെഡിക്കേഷനും എല്ലാം കൂടെ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത വർഷം എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് ജോബിൽ എത്തി പറ്റണം. അപ്പോൾ അതാണ് നമ്മളെ ഇന്റൻഷൻ. അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതലൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാനില്ല. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുണ്ടാകുന്നത്. ക്യൂബ്സും ക്യൂബ് റൂട്ടും അതിൽ നമ്മൾ എക്സാമ്പിൾ ഫുൾ ഡീറ്റെയിലിൽ പഠിച്ചുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി ചോദിക്കണം കേട്ടോ. ഒന്നും സംശയം വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ച് കാണിച്ച എന്ന് പറയണമെന്നുണ്ടെങ്കിലും കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉണ്ടാക്കി തരാം. ഓക്കെ, അടുത്ത നമ്മളെ സെഷന് ഇനി അടുത്ത ചൊവ്വാഴ്ച വരും. അതുവരെ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.